വല്യേട്ടാ എന്തായി ചെയ്യുന്നത്? നീ എന്തായി കാണിച്ചത്? ആ സ്റ്റോപ്പിന്റെ ബട്ടൺ ഒന്ന് വേഗം അമർത്ത. ഇതിലെവിടെയാ സ്റ്റോപ്പ് ബട്ടൺ ഉള്ളത്? എന്റെ അത്തിപ്പോർ അമ്മച്ചി. എന്റെ മോട്ടു നീ ഇതെന്താ ചെയ്ത്? എന്റെ പൊന്ന് ഭഗവാനെ, മോട്ടൂരെ പോലുള്ളവന്മാരൊക്കെ എന്തിനാ സൃഷ്ടിച്ചത്? പൊളിച്ചെടുത്തല്ലോ. എന്റെ സമയം തീരെ ശരിയല്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം. മര്യാദയ്ക്ക് അവിടെ നിൽക്ക്. ഇതൊരു കമ്പ്യൂട്ടർ ഗെയിമാണ്. ഇത് നമുക്ക് തനിയെ നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് ഈ റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു ഗെയിം ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് നമുക്ക് കളിക്കാം. വെൽക്കം ടു ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ ഡോൺ. ഇനി ഈ ഗെയിം കഴിയുന്നതുവരെ ആർക്കും ആരെയും തൊടാൻ കഴിയുകയില്ല. ഇത് എവിടുന്ന ഈ ശബ്ദം? ഇങ്ങനത്തെ ഒരു ഗെയിം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ പോയി സമൂസ എടുത്തോണ്ട് വരട്ടെ. അപ്പൊ പിന്നെ സമൂസ കഴിച്ചോണ്ടേ കളിക്കാമല്ലോ. ഞാൻ പറഞ്ഞു ആരും ഗെയിം തൊടാൻ പറ്റുകയില്ല എന്ന്. ഡോക്ടർ ജഡ്കെ ഏതോ പുതിയ ഭീഷണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇനി മോഷണമൊക്കെ ഇത് വെച്ചോട്ട് ചെയ്യാം. ഇതെന്താണെന്നൊന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. എന്റെ കമ്പ്യൂട്ടറിനോട് നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കിയാലോ? ഇനി ഒരുപക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിത് നിർത്തും കേട്ടോ. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. നിനക്ക് ഗെയിം കളിച്ചേ മതിയാകൂ. ഇവരെങ്ങനെയാണ് റിമോട്ടിനകത്ത് കയറി പറ്റിയത്? ദിസ് ഈസ് ഇംപോസിബിൾ. ഇവിടെ പോയി. എന്റെ അമ്മോ, ഞാനെന്താ വല്ല സ്വപ്നം കാണാണോ? ജോൺ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഈ ചെറിയ റിമോട്ടിനുള്ളിൽ എങ്ങനെ പോയി? അത്ഭുതം തന്നെ. എന്റെ അമ്മോ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഇത് എവിടെയാ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്? നീ ഒരുത്തൻ കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നീ എപ്പോൾ തെറ്റായ ബട്ടണിൽ അമർത്തിയത് കൊണ്ട് മാത്രമാ നമ്മളിവിടെ എത്തിയത്. സോറി വല്യേട്ടോ. വെൽക്കം ടു ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ ഡോൺ. ഇനി നിങ്ങൾ എല്ലാവരും ഈ ഗെയിം കളിക്കും. ഈ ഗെയിമിൽ 2 ലെവലാണുള്ളത്. 2 ലെവലും കടന്ന് ആരാണോ വരുന്നത് അവർക്ക് മാത്രമേ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെല്ലാം എന്റെ കൂടെ ഉണ്ടാകും. ആദ്യത്തെ ലെവൽ ഇതാണ്. ആ കാണുന്നതാണ് ക്ലൗഡ് റൈഡ്. അതിൽ കയറിയിരിക്കുക. എന്നിട്ട് അതിലൂടെ 1 കിലോമീറ്റർ യാത്ര ചെയ്യുക. ഈ യാത്രയിൽ 2 അപകടങ്ങളുണ്ട്. മുകളിൽ നിന്നും ബോംബുകൾ വീണുകൊണ്ടേയിരിക്കും. ആരുടെ വണ്ടിയിലാണോ ബോംബുകൾ വീണത് അവർക്ക് പിരാന മത്സ്യങ്ങളെ നേരിടേണ്ടി വരും. പിരാനയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബോംബിൽ നിന്നും രക്ഷപ്പെടണം. Now the adventure starts. ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാക്കാനല്ല അവൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്. സൂക്ഷിച്ചോടിച്ചോ. മോട്ടു അതാ വരുന്നു ബോംബ്. ശ്രദ്ധിച്ച്. എന്റെ ഭഗവാനെ, ഒരു തവണയെങ്കിലും രക്ഷപ്പെടുത്ത്. പിന്നെ ഞാൻ ഒരിക്കലും ആ ജഡ്കയുടെ ലാബില് കയറത്തില്ല. രക്ഷിക്കണേ. മോട്ടു രക്ഷിക്കേ. മോട്ടു രക്ഷിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തേലും ഐഡിയ ആലോചിക്കേ. ഐഡിയ
നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. താങ്ക് യു മോട്ടു. ഇനി നീ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കോ. എവിടേക്കാ നീ ചാടുന്നേ? പത്തിലു നീയല്ലേ പറഞ്ഞത് ചാടിക്കോളാൻ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്ത് ചാടിയത്. എന്റെ മോട്ടു, നിന്റെ ക്ലൗഡ് റൈഡിന്റെ വണ്ടിയിലേക്ക് ചാടാനാ ഞാൻ പറഞ്ഞേ. ഓ എന്നെ വിട്ടേക്കോ, നിനക്ക് കടിക്കാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ. വെരി ഗുഡ്. ഇനി തുടങ്ങാൻ പോവുകയാണ് ലെവൽ നമ്പർ 2. അതിൽ നിങ്ങൾ സർഫിംഗ് ചെയ്യണം. അല്ല, ഭൂമിയിൽ വെച്ചാണോ സർഫിംഗ് ചെയ്യാ? സമുദ്രത്തിൽ വെച്ചല്ലേ എല്ലാരും ചെയ്യാറ്. വിഷമിക്കാതിരിക്കും, വഴിയിൽ ഒരുപാട് ദുർഘടങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സർഫിംഗ് ബോർഡ് പൊട്ടിപ്പോയേക്കാം, എന്തും സംഭവിക്കാം. അതോടുകൂടി നിങ്ങളുടെ കഥയും കഴിയും. പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലല്ലോ. തീർച്ചയായും വഴിയുണ്ട്. മുകളിൽ നിന്നും ഫ്ലൈയിങ് ഡ്രാഗൺസ് ഗോൾഡൻ എക്സ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് എത്ര എണ്ണം പിടിക്കാൻ പറ്റുമോ അത്രയും ലൈഫ് ടൈം നിങ്ങൾക്ക് കിട്ടും. ആരാദ്യം വരുന്നുവോ അവൻ തിരിച്ചു പോകും. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ തന്നെ ഉണ്ടാകും. Let us start the game. അതെ, എന്റെ ഈ കാല് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഗെയിം കഴിയാതെ നിങ്ങൾക്ക് അതിൽ നിന്നും ഇറങ്ങാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും പുറകിലാണ്, ഞാനാണ് മുമ്പിലുള്ളത്. ആദ്യം ഫുർഫുറി നഗരത്തിൽ ഞാനായിരിക്കും എത്തുക. അവിടെയുള്ളവരോട് നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞോളാം. പത്തിലു പെട്ടെന്ന് സമൂസ കഴിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്റെ മോട്ടു, എപ്പ നോക്കിയാലും ഈ തീറ്റയിൽ ശ്രദ്ധിക്കാതെ നീ ആ ഗെയിമിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേ. അതാ മോട്ടു ഗോൾഡൻ എക്സ്, വേഗം ക്യാച്ച് ചെയ്യേ. വല്ലാണ്ട് വിശക്കുന്നു, അതുകൊണ്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ പത്തിലു? ഇങ്ങനെ നോക്കി നിന്ന് അവര് നിന്നെ പിടിച്ച് ഓംപ്ലേറ്റ് ആക്കും. വേഗം ഒന്ന് ക്യാച്ച് പിടിക്കേ. പൊളിച്ചേ, ഒരു ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട കിട്ടി. ഈ മണ്ടനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? തീറ്റക്കാര്യം വിട്ടിട്ട് അതിനെ ശേഖരിക്കാനുള്ള വഴി നോക്ക്. പൊളിക്കടുത്തല്ലോ, എനിക്കൊരു ലൈഫ് ലൈൻ കിട്ടിക്കഴിഞ്ഞു. ആ എനിക്കും ഒന്ന് കിട്ടിയിരിക്കുന്നു. പാവം നമ്മുടെ പത്രൂനാണ് ഒന്നും കിട്ടാത്തത്. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗം പറ, നീ എന്തുകൊണ്ടാ ഈ മുട്ട കഴിക്കാൻ സമ്മതിക്കാത്തത്? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ആദ്യം പോ. തിരികെ ചെന്ന് കമ്പ്യൂട്ടർ റെഡിയാക്കിയിട്ട് ഞങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് വേഗം രക്ഷിച്ച് കൊണ്ടുപോ. ഓ ബത്ലു, എന്റെ ചങ്ക്, എനിക്ക് നിങ്ങളെല്ലാം പുറത്തിറക്കാൻ കഴിയും. പക്ഷേ എനിക്ക് ഈ ഗെയിമിൽ ഫസ്റ്റ് ആവാൻ കഴിയില്ല ബത്ലു. ഞങ്ങള് നിങ്ങളെ ഒന്നാമതാക്കാം. ഞങ്ങള് പതുക്കെ സർഫ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ വേഗം മുമ്പിലോട്ട് കേറി പോയിക്കോ. ആ ജോണിന്റെ കാര്യം എന്ത് ചെയ്യും? അവനാ ഏറ്റവും മുന്നിലുള്ളത്. ഞാനാണ് ഏറ്റവും മുന്നിലുള്ളത്. ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഞാൻ പിന്നെ പെട്ടല്ലോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ. ആരെങ്കിലും ഒന്ന് വരണേ, ഒന്ന് സഹായിക്കണേ. നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ, എന്നിട്ട് ഈ ഗോൾഡൻ എഗ് മേടിച്ചോ. നീ വളരെ പതുക്കെ സർഫ് ചെയ്യേ. അപ്പൊ ഡോക്ടർ ജഡ്ക ഒന്നാമതാകും. പുറത്ത് പോയിട്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കും. ഈ ജോൺ തന്നെയായിരിക്കും എപ്പോഴും ഫസ്റ്റ് അടിക്കുക. എനിക്ക് ആരുടെ ഔദാര്യത്തിന്റെ കാര്യമൊന്നുമില്ല. ബൈ ബൈ. ഇന്ന് പിടിച്ച വലിയട്ടോ. ഇത് തെണ്ടിത്തരമാണ്. വെറുതെ കള്ളക്കളി കളിക്കരുത്, എന്റെ വീട്. നമ്മളെല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകും. പക്ഷെ എല്ലാവരും ഒന്നിച്ചാ മാത്രമേ അതിന് കഴിയൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെന്നെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് ഓടുമ്പോ നിന്റെ പിന്നാലെ ഓടാൻ ആരും ഇല്ലെങ്കിൽ അത് എത്രമാത്രം ബോറായിരിക്കും. ആ നീ പറഞ്ഞത് ശരിയാ. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിന്നിപ്പോ വിടുന്നു. പക്ഷെ ഞാൻ പിന്നെ ഫസ്റ്റ് അടിക്കൂ. കണ്ടോ?
ഡോക്ടർ വലിയേട്ടാ, ജഡ്ക, കുറച്ചുകൂടെ ഒന്ന് സ്പീഡില്, വേഗം പോ. കുറച്ചുകൂടെ ജോൺ സ്പീഡില്. പിന്നാലെ വരുന്നുണ്ട്. ഒന്ന് വേഗം വിട്. ആ, 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 ആ. നിങ്ങളുടെ കൂട്ടുകാരൻ രക്ഷപ്പെട്ടു. ഇനി ബാക്കിയുള്ള നിങ്ങളെല്ലാവരും എന്റെ കൂടെ തന്നെ ഇരിക്കാം. അരുത്, അരുത്. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യാതിരിക്കും. അരുത്, അതില്ലേ. ഫുർഫുരി നഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊളിച്ചു വലിയേട്ടാ, നിങ്ങൾ ഞങ്ങളെല്ലാം രക്ഷിച്ചു. ഭയങ്കര വിശപ്പ്, പെട്ടെന്നൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. ഓടിക്കോ.